ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമുക്ക് സ്വപ്ന ഭവനം നേടിയെടുക്കാനുള്ള പ്രാക്ടീസും അതുപോലെ വാടകയ്ക്ക് നല്ലൊരു വീട് കിട്ടാനുള്ള പ്രാക്ടീസുകളും കൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മറന്നുപോകും. ഒപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ചാനലിൻ്റെ വിജയത്തിന് നിങ്ങളെല്ലാ പേരും നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മുന്നോട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നുള്ള പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. ഇനി നമുക്ക് പ്രാക്ടീസിലേക്ക് വരാം. ഈ പ്രാക്ടീസ് എന്ന് മാത്രമല്ല, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഏത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്താലും എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്യുന്നത്, ആ കാര്യം നേടിയെടുത്തു കഴിഞ്ഞ ഒരു മനോഭാവത്തിൽ എത്തുക. ആദ്യം ഒരു വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അത് നേടിയെടുത്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചുകൊണ്ടോ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഒരു സന്തോഷം, എന്നിട്ട് വേണം നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങളുടെ മനസ്സ് ഇത് നടക്കുമോ നടക്കില്ലേ, ഇതെങ്ങനെ ശരിയാകും, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു അവസരം കൊടുക്കരുത്. ചോദ്യങ്ങൾ നമ്മുടെ മാനിഫെസ്റ്റേഷന് തടസ്സമാണ്. അപ്പോൾ നിങ്ങൾ എത്ര വിദ്യാഭ്യാസമുള്ള എത്ര അറിവുള്ള ആളാണെങ്കിലും ആ അറിവ് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 3 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 3.5 വയസ്സുള്ള ഒരു കുഞ്ഞ് എത്ര നിഷ്കളങ്കമായ ഭാവത്തോടെയാണോ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നത്, അനുസരിക്കുന്നത്, വിശ്വസിക്കുന്നത്, അതുപോലെ ആ ഒരു മനസ്സോടുകൂടി നിങ്ങൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും റിസൾട്ട് വേഗത്തിൽ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കാണാം. അല്ലാത്ത പക്ഷം നമ്മൾ എങ്ങനെ ചിന്തിക്കുക, അയ്യോ ഇതെങ്ങനെ ശരിയാകും, ഈ ഒരു അഫർമേഷൻ മാത്രം പറഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു അർത്ഥമില്ലാത്ത വേർഡ് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പണം വരും, അല്ലെങ്കിൽ എങ്ങനെ ഇത് നേടിയെടുക്കാൻ, ഇങ്ങനെ ചോദ്യങ്ങൾ തുടങ്ങുന്നിടത്ത് നമ്മൾ മാനിഫെസ്റ്റേഷനിൽ നിന്നും അകലുന്നു. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് വിശ്വാസത്തോടു കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ റിസൾട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ലഭിക്കുന്നതായിട്ട്. ഇനി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും, അതൊന്നും നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെയും പിന്നെ നമ്മുടെ മനസ്സിൽ ഓൾറെഡി കുറേ പ്രോഗ്രാമിങ്ങുകളൊക്കെ കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുകയോ ചിലപ്പോൾ വേഗത്തിൽ ലഭിക്കുകയോ ഒക്കെ ചെയ്യും. അതെല്ലാം ഒരു ഡിവൈൻ ടൈമിന് വിട്ടുകൊടുക്കുക. ഈശ്വരൻ നിശ്ചയിക്കുന്ന ഏറ്റവും മനോഹരമായ സമയത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ഒരു കാരണവശാലും അത് നടക്കാതിരിക്കില്ല, നടക്കുക തന്നെ ചെയ്യും. അത്രയ്ക്കും പവർഫുള്ളാണ് പ്രാക്ടീസുകൾ എന്ന് പറയുന്നത്. വാക്കുകളുടെ ശക്തി, നമ്മളുടെ ചിന്തകളുടെ ശക്തി, നമ്മുടെ വിശ്വാസം, ആത്മവിശ്വാസം, ഇതെല്ലാം നമ്മളെ വേഗത്തിലും എളുപ്പത്തിലും റിസൾട്ടിൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കും കേട്ടോ. അപ്പോൾ സന്തോഷത്തോടുകൂടി പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇന്നത്തെ പ്രാക്ടീസ് സ്വപ്നഭവനം. അപ്പോൾ സ്വപ്നഭവനം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊന്നും അറിയാം. പക്ഷേ അതൊന്ന് വിഷ്വലൈസേഷൻ ചെയ്തെടുക്കുക നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പം നമ്മൾ ശരിക്കും വയ്ക്കുന്ന വീട് തന്നെ ആകണമെന്നില്ല. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തോ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഒരു നല്ല വീടിൻ്റെ ഒരു രൂപം മനസ്സിൽ കാണുക. എന്നിട്ട് ആ വീട്ടിൽ എന്താണ് ഹൗസ് വാമിങ് ഏറ്റവും അവസാനത്തെ നിമിഷത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ പറയാം ലോൺ എടുക്കണം, അതില്ല, പ്രോപ്പർട്ടി വാങ്ങും, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. എവിടെയാണോ നമ്മുടെ ലക്ഷ്യം നിൽക്കേണ്ടത് അവിടെ വരണം മനസ്സുകൊണ്ട്. അപ്പോൾ നമ്മുടെ വീടിങ്ങനെ അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നല്ല പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ആ പൂക്കളുടെ ആ ഒരു നിറമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്തൊക്കെ കാണാം. നല്ലോണം അടുത്ത് പോയി നമ്മളത് കാണുന്നതായിട്ടൊക്കെ. എന്നിട്ട് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് പൂജകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗന്ധം, ഈ പുത്തൻ പെയിൻറ്റിൻ്റെ മണം, അതുപോലെ തന്നെ ആ ഒരു സദ്യയുടെ ഒക്കെ മണത്തോട് ചേർന്നൊന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കത് അറിയാൻ പറ്റും. അതായത് നിങ്ങൾ ആ റൂമിൽ രാവിലെ പൂജയ്ക്കോ എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ ഒരു പൂവിൻ്റെയും പെയിൻറ്റിൻ്റെയും സാമ്പ്രാണിയുടെയും ഒക്കെ ഗന്ധം ഇങ്ങനെ ഒരുമിച്ച് ഒരു വളരെ സന്തോഷകരമായൊരു നിമിഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. പാകത്തേക്ക് കയറി എല്ലാവരും വന്ന് പറയുന്നു നല്ല വീടാ, നല്ല ഫ്ലോറ്, നല്ല തറയിൽ ഇപ്പോൾ ഗ്രാനൈറ്റോ ടൈലോ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ മനസ്സിലനുസരിച്ച് അത് പറയുക. നന്നായിട്ടുണ്ട്, കിച്ചണൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ആര് ഡിസൈൻ ആരാണ് പ്ലാനൊക്കെ തയ്യാറാക്കി, ഇങ്ങനെയൊക്കെ നിങ്ങളടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ ചെവി കൊണ്ടത് കേൾക്കുക. അതായത് നിങ്ങൾ കണ്ണുകൊണ്ട് ആ നിമിഷത്തെ കാണുന്നു, ഗന്ധം കൊണ്ട് അറിയുന്നു, ചെവി കൊണ്ട് അവർ പറയുന്നത് കേൾക്കുന്നു, സ്പർശനം കൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് നന്നായിട്ടുണ്ട് വീട് അങ്ങനെ ഹഗ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഈ നിമിഷത്തെ ശരിക്ക്
സത്യമാണോ മിഥ്യയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റരുത്. അത്രത്തോളം അടുത്ത് നിന്ന് മനസ്സിൽ അതിങ്ങനെ ആസ്വദിക്കുക. നമ്മുടെ സ്വപ്ന ഭവനമാണ് അത്, നമ്മുടെ മനസ്സിൽ നിർമ്മിച്ച് ഹൗസ് വാമിങ് കഴിഞ്ഞു, ആ രീതിയിൽ നമ്മളത് ആസ്വദിക്കുക. എന്നിട്ട് എല്ലാവരും സദ്യയുടെ മണം, എല്ലാവരും പറയുന്നു ഫുഡൊക്കെ വളരെ നല്ലതായിരുന്നു, എന്താണെന്ന് വെച്ചാൽ ഏത് ഫുഡാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിങ്ങനെ മനസ്സിൽ പിന്നെ മറന്നു പോരുത്. നിങ്ങൾ അന്നത്തെ ദിവസം ഇരുന്ന ഡ്രസ്സ് അതൊന്നും ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു, തലയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെയർ സ്റ്റൈൽ, നമുക്ക് സ്ത്രീകളാണെങ്കിൽ അങ്ങനെ കാണും, പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് ഏതായിരിക്കണം, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് ഒരുപോലുള്ള ഡ്രസ്സുകൾ, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം അതിലേക്ക് നമ്മൾ എത്തിക്കുവാണ്. ഓക്കെ, എങ്ങനെ ആ ഒരു ദിവസത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന നിമിഷത്തെ ഇങ്ങനെ മനോഹരമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. എന്നിട്ട് പേനയും പേപ്പറും എടുക്കുക, എടുത്തിട്ട് സന്തോഷത്തിലാണ്. അപ്പം നിങ്ങൾ നേടിക്കഴിഞ്ഞു, ഒരാളുടെ ഫ്രീക്വൻസിയിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി പറയുക, താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ വളരെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് എന്ന് എഴുതിയിട്ട് ഒരു തവണ ഇത് എഴുതിയാൽ മതി. താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ വളരെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ്, ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു വീട് ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഇത്രയും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അഫർമേഷൻ മാറ്റാം. ആദ്യം എഴുതാൻ മറക്കരുത്, താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ വളരെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ്. ആ ഇമോഷനാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് എഴുതുമ്പോൾ നിങ്ങൾ ആ എഴുതുന്നത് എന്താണോ ആ ഒരു സത്യം ആയ ഒരു ഭാവം നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ വളരെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ്, ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു വീട് ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെ എഴുതുക. ഓക്കെ, അതുപോലെ ഇത് ഒരു തവണ ഇത് 2-3 തവണ എഴുതുമ്പോൾ നമ്മളൊന്ന് ഇമോഷണലി ആ ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വികാരത്തോടൊപ്പം കണക്ട് ചെയ്യപ്പെടും. അതിനുശേഷം 3 തവണ എഴുതിക്കോളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു തവണ എഴുതിയാൽ മതി, ആ ഒരു ഫീലിംഗ് കിട്ടിയെങ്കിൽ ഒരു തവണ മതി. 3 തവണയൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഒന്ന് കണക്റ്റ് ആകും, ആ ഒരു സന്തോഷം നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡിയിൽ വരും. അതിനുശേഷം അഫർമേഷൻ മാത്രം ആവർത്തിച്ച് എഴുതുക. ഞാൻ പറയുന്നത് 21 ടൈംസ് എഴുതാൻ ശ്രമിക്കുക ഡെയിലി. നമ്മുടെ സ്വപ്ന ഭവനമാണ്, അത് നേടിയെടുക്കാൻ ഒരു 21 തവണ എഴുതാനിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. അത് നേടിയെടുക്കണമെങ്കിൽ ടൈം ആൻഡ് എഫേർട്ട് കൊടുത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അത്രയ്ക്കും നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ ഒരു 11 ടൈംസ് ഞാൻ 21 തവണയെ പറയുന്നുള്ളൂ, അതാണ് ഏറ്റവും നല്ലത്. 21 തവണ എഴുതുക. സമയം കുറവാണെങ്കിൽ 11 തവണ. ഓക്കെ, എഴുതേണ്ട 21 തവണ എഴുതേണ്ട അഫർമേഷൻ ഇതാണ്, ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായൊരു വീട് ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു. അതെഴുതുക. അതാണ് 21 ടൈംസ് എഴുതേണ്ട. മറ്റേത് 3 തവണയോ അല്ലെങ്കിൽ 1 തവണയോ എഴുതുക. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സ്വിച്ച് വേർഡ് കുറച്ച് നീളമുള്ളതാണ്, പക്ഷെ വളരെ പവർഫുള്ളാണ്. സ്വിച്ച് വേർഡിൻ്റെ എണ്ണം 28 തവണയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എഴുതാൻ സമയം കിട്ടിയില്ലേ കുഴപ്പമില്ല, പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അന്നത്തെ ദിവസം തന്നെ മാറിപ്പോകാതെ പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇത് 28 തവണ എഴുതുക. സ്വിച്ച് വേർഡ് ഇതാണ്: മാജിക് കാർപ്പറ്റ് വീൽസ് ബ്രിങ് മാജിക് ഹോം ചാം നൗ. ഓക്കെ, ഒന്നുകൂടെ പറയാം: മാജിക് കാർപ്പറ്റ് വീൽസ് ബ്രിങ് മാജിക് ഹോം ചാം നൗ. ഇത് 28 തവണ എഴുതുക. അത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം എഴുതാൻ പറ്റും. അഫർമേഷൻ്റെ കൂടെ ഇരുന്ന് എഴുതാൻ സമയം കിട്ടിയില്ലേ, പിന്നീട് എപ്പോഴെങ്കിലും ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അത് എഴുതുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ നേരത്തെ കൊടുത്തൊരു വിഷ്വലൈസേഷൻ ഇല്ലേ, അത് ഏകദേശം ഒന്ന് കൊടുത്ത് ആ ഒരു ഫ്രീക്വൻസിയിൽ ഇരുന്ന് തന്നെ എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ ഓടി വന്ന് ആ ഒരു 28 തവണ സ്വിച്ച് വേർഡ് എഴുതണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതരുത്. ആ ഒരു മനസ്സ് അതിലേക്ക് വന്നതിന് ശേഷം എഴുതാൻ ശ്രമിക്കുക. 28 തവണ എഴുതുക. ഇത് നിങ്ങളുടെ എത്ര ദിവസം എഴുതണം എന്ന് ചോദിക്കേണ്ട, കാരണം നമ്മുടെ ആഗ്രഹം വേഗത്തിൽ എളുപ്പത്തിൽ അത് നേടിയെടുക്കാൻ പറ്റട്ടെ. അപ്പം അതുവരെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 21 ഡേയ്സ് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് ആ ഒരു ആഗ്രഹം നേടിയെടുക്കുന്നത് വരെയും എഴുതാൻ ശ്രമിക്കുക. ഒരു 21 ഡേയ്സ് അഫർമേഷൻ 21
ടൈംസ് എഴുതിയിട്ട് 21 ഡേയ്സ് കഴിയുമ്പോൾ അത് 11 ടൈംസ് ആക്കി മാറ്റിയാലും കുഴപ്പമില്ല. ആദ്യത്തെ ഒരു 21 ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. പിന്നെ അത് നമ്മുടെ ശീലമായിട്ട് മാറും. അപ്പോൾ പിന്നെ എണ്ണം കുറച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് 21 ദിവസം കഴിയുന്നതും ഒരു പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ അത് പണമായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞാൽ ചെയ്യരുതെന്നല്ല, അതിൻ്റെ എണ്ണം കുറഞ്ഞാലും നമുക്ക് അതുമായിട്ട് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. അതൊരു പ്രാക്ടീസാണ് എന്നൊരു ചിന്ത മാറിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത്, അത് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ചൊരു ഭാരമായിട്ടൊന്നും തോന്നില്ല. ഓക്കെ, അതുകൊണ്ട് 21 ദിവസം എന്ന് പറയുന്നത് ഓർത്ത് വെച്ചേക്കുക. 21 ടൈംസ് എഴുതാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 11 തവണ. ഓക്കെ, ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മാറിയല്ലോ. തീർച്ചയായിട്ടും നിങ്ങളിത് കേൾക്കുന്നവർ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈശ്വരൻ നിങ്ങളുടെ ആഗ്രഹത്തെ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ മനോഹരമായൊരു വീട്, സന്തോഷം നിറഞ്ഞ, സൗഭാഗ്യം നിറഞ്ഞൊരു വീട് നിങ്ങൾക്ക് വേഗത്തിലും എളുപ്പത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസുകളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ കാര്യം നേടിക്കഴിഞ്ഞ ഫ്രീക്വൻസിയിലേക്ക് എത്തിയതിനു ശേഷമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമുക്കതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ടൈം ആൻഡ് എഫേർട്ട് കൊടുത്ത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കഴിവും നമ്മുടെ സമയവും ഉപയോഗിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പരാതി പറഞ്ഞിട്ടും പരിഭവം പറഞ്ഞിട്ടും ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഈ ജീവിതയാത്രയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നമ്മളെ വേദനിപ്പിക്കുകയോ കരയിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള പാസ്റ്റിലെ കാര്യങ്ങളും എടുത്ത് ഓർത്ത് സമയം ഇങ്ങനെ പലരും പാഴാക്കുകയാണ്. അതൊക്കെ നിർത്തിയിട്ട് എന്താണ് എൻ്റെ ലൈഫിന് വേണ്ടത് എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് കർമ്മങ്ങളും പ്രാക്ടീസുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നിങ്ങൾ എല്ലാവരുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേഗത്തിലും എളുപ്പത്തിലും ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.